Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. തിരുവൈരാണിക്കുളം ജനസാഗരമായി. നടതുറപ്പ് ദിവസം തന്നെ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് പതിനായിരങ്ങൾ ഒഴുകിയെത്തി. ഇനിയുള്ള 11 ദിനങ്ങളിൽ ക്ഷേത്ര പരിസരം ദേവീസ്തുതികളാൽ മുഖരിതമാകും. ധനുമാസത്തിൽ തിരുവാതിര. ഭക്തജനസഹസ്രങ്ങൾ കാത്തിരുന്ന ആ ശുഭദിനം വന്നണഞ്ഞു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ തിരുനട തുറന്നു. മംഗല്യവരദായിനിയും ഇഷ്ടസന്താന പ്രദായിനിയുമാണ് ശ്രീപാർവതി ദേവി. അതിനാൽ തന്നെ ദേവീ ദർശനത്തിനായി ഒഴുകിയെത്തുന്ന ഭക്തരിൽ ഏറെയും വനിതകളാണ്. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതലുള്ള 12 ദിവസം മാത്രമേ ശ്രീപാർവതി ദേവിയുടെ നട തുറക്കൂ എന്നതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ സവിശേഷത. ഈ വർഷത്തെ നടതുറപ്പ് ഉത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർ മനയിൽ നിന്നും ദേവിക്കും മഹാദേവനും ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചു. അകവൂർ മനയിലെ കാരണവർ അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PU രാധാകൃഷ്ണൻ, സെക്രട്ടറി AN മോഹനൻ എന്നിവർക്ക് തിരുവാഭരണങ്ങൾ കൈമാറി. തുടർന്ന് പ്രത്യേക ആചാരങ്ങളോടെ സർവാഭരണ വിഭൂഷിതയായ ശ്രീപാർവതി ദേവിയുടെ നട തുറന്നു. തൊഴുകൈകളോടെ കാത്തുനിന്ന ആയിരങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് അമ്മേ നാരായണ, ദേവി നാരായണ വിളികൾ ഉയർന്നു. മനസ്സും ശരീരവും തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നിറമെഴികളോടെ ഭക്തർ ദേവീ ചൈതന്യം കൺകുളിർക്കെ കണ്ടു. ജനുവരി 23 വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ശ്രീപാർവതി ദേവിയുടെ തിരുനട അടയ്ക്കും. അതുവരെ തിരുവൈരാണിക്കുളത്തേക്ക് ഭക്തജനപ്രവാഹം തുടരും. പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ രാത്രി 9 വരെയുമാണ് ദർശന സമയം. ദർശനത്തിനു ശേഷം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ മഞ്ഞൾപ്പറ, എള്ളുപറ തുടങ്ങിയവ നിറയ്ക്കുന്നതിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവീപ്രസാദമായ അരവണ പായസം, അപ്പം, അവിൽ എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിക്കുന്നു. ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിന് 50,000 അടി വിസ്തീർണമുള്ള പന്തലുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവും ഉണ്ടാകും. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും പോലീസ് സേനയ്ക്ക് പുറമെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളും വോളണ്ടിയർമാരും സജീവമായി രംഗത്തുണ്ടാകും. വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരുവൈരാണിക്കുളത്തേക്ക് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്.
വാഹന പാർക്കിങ്ങിനായി 6 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കൂടാതെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.